प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं। बच्चा ठीक है ना? എല്ലാ മക്കളും അടിപൊളിയല്ലടാ. നമ്മുടെ ഓണ പരീക്ഷയൊക്കെ സെറ്റ് ആയിട്ട് എഴുതി ഒരുപാട് മക്കൾ മാഷേ ഞങ്ങൾക്ക് 25 കിട്ടിയിട്ടുണ്ട്, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്ന് ഒരുപാട് മക്കൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു. ഒരുപാട് സന്തോഷം. തിരിച്ചും നിങ്ങളെ അറിയിക്കുകയാണ്. അതേപോലെ ഇനി നമുക്ക് വരാനുള്ള പരീക്ഷയാണ് നമ്മുടെ ഹാഫ് ഇയർലി പരീക്ഷ, ക്രിസ്മസ് എക്സാം. ഈ എക്സാം നമ്മൾ സെറ്റ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എഴുതും. അപ്പൊ എന്റെ മക്കളുടെ മനസ്സിൽ ഒരു ആശയം കുഴപ്പം വന്നു. എന്താണത്? ഇനി എന്ത് പഠിക്കണം സാറേ, നമുക്ക് ഇനി എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതിന് സൊല്യൂഷനുമായിട്ടാണ് മാഷി വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഹിന്ദി നമുക്ക് എങ്ങനെ ഇനി വരുന്ന ഹാഫ് ഇയർലി എക്സാമിൽ നമ്മൾ സെറ്റ് ആക്കും എന്നുള്ളതാ. അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായ സൊല്യൂഷൻ ഇതാ ഇവിടെയുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ 2 യൂണിറ്റ് ആണ് ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് എങ്കിൽ നമുക്ക് ഈ വരുന്ന ഹാഫ് ഇയർലി എക്സാമിനും 2 യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇക്കായി 3 അല്ലെ, ഇക്കായി 3 എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ റിംജിം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണത്. ചാറ്റൽ മയ അല്ലെ, ചാറ്റൽ മയ എന്നുള്ള മനോഹരമായിട്ടുള്ള യൂണിറ്റ് ആണ് നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് തുടങ്ങാനുള്ളത് അല്ലേ. അതിലൊരു പാഠഭാഗമാണ് പേട് കാ ജാദു അല്ലെ. പേട് എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം മരം. അപ്പം ജാദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, മരത്തിന്റെ എന്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ജാദു. യെസ്, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. യെസ്, മാജിക്. അപ്പൊ മരത്തിന് എന്തോ ഒരു മാജിക് ഉണ്ട്. ആ മാജിക് അപ്പൊ എന്താണത്? മരത്തിന്റെ എന്തോ ഒരു മാജിക് ഉണ്ട്. അത് എന്തായിരിക്കും? ഒരു ആകാംക്ഷ നമുക്കൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താണ്? ഒരു കഹാനിയാണ്. യെസ്, അപ്പൊ മരത്തിന് എന്തോ ഒരു സംഭവം അറിയാം. അപ്പൊ അതാണ് അപ്പൊ എന്താണ്? പേട് കാ ജാദു, മരത്തിന്റെ എന്തോ ഒരു മാജിക് ഉണ്ട്. അപ്പൊ ഒരു സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പൊ അതിന്റെ ഒരു കഥ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇനി വരുന്ന തുടക്കത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ അതിൽ തന്നെ 2ാമത്തെ ചാപ്റ്റർ ആണ് വർഷായി എന്നുള്ള ഒരു കവിത. മനോഹരമായിട്ടുള്ള മഴയെ കുറിച്ചുള്ള അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു കവിത. അപ്പൊ ഒരു കഹാനിയും ഒരു കവിതയും നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ 4ാമത്തെ യൂണിറ്റും നമുക്ക് പഠിക്കാനുണ്ട്. സഫർ ഹേ ജിന്ദഗി എന്ന് പറയുന്ന സഫർ ഹേ ജിന്ദഗി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം, ഒരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റിലെ ഹവാ ഓർ ധൂൽ എന്ന് പറയുന്ന ഒരു പാഠഭാഗം, ഒരു ചാപ്റ്ററും കൂടി നമുക്ക് ഈ വരുന്ന ഹാഫ് ഇയർലി എക്സാമിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ സെറ്റല്ലേ? അപ്പൊ ഇതിന്റെ പാഠഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ലൈവുകളും കോണ്ടന്റ് വീഡിയോസ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾ കൃത്യമായി നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് പഠിക്കാം. റെഡിയല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങളാണ് ഇനി നമുക്ക് ഹാഫ് ഇയർലി എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആണ്, വളരെ ലളിതമായിട്ടുള്ള പാഠഭാഗങ്ങളാണ്. 3ഉം 4ഉം യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആണ്, പ്രയാസമൊന്നുമില്ല. ആദ്യം എങ്ങനെയാണോ നമ്മുടെ 1ഉം 2ഉം യൂണിറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇനി വരുന്ന 3ഉം 4ഉം യൂണിറ്റുകളും. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ പുതിയ പുസ്തകമാണ്. അപ്പൊ പ്രയാസം ഉണ്ടായിരുന്ന ഒരുപാട് മക്കൾക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പേടിയൊക്കെ നമ്മുടെ ഓണ പരീക്ഷ എഴുതിയപ്പോൾ നമുക്ക് സിമ്പിൾ ആണ് എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് വരുന്ന 3ഉം 4ഉം യൂണിറ്റും സെറ്റായി അടിപൊളിയായിട്ട് പഠിച്ച് ഈ വരുന്ന ഹാഫ് ഇയർലി എക്സാം, ക്രിസ്മസ് എക്സാമും നമുക്ക് നല്ല സെറ്റായിട്ട് നമുക്ക് പഠിക്കാം. എല്ലാ മക്കളും സൈലത്തെ ഫോളോ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം, നല്ല മാർക്ക് നമുക്ക് നേടണം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.